രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമനെ അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായിട്ട് തുളസീദാസൻ അവതരിപ്പിച്ചു. അതേസമയത്ത് പരമാത്മാ സ്വരൂപനായിട്ട് എഴുത്തച്ഛൻ അവതരിപ്പിച്ചു. രണ്ടും തമ്മില് വളരെ നേരിയ അന്തരം, നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടുണ്ടാകുന്ന അന്തരം അത്രയേ ഉള്ളൂ. രണ്ടുപേരുടെയും ആ അവതരണം വാൽമീകിയെ 100% സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ തുളസീദാസൻ വാൽമീകിയുടെ രാമനെ, മനുഷ്യനായ രാമനെ അങ്ങ് ദൈവമാക്കി ആകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി കളഞ്ഞു എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് എഴുതി വെക്കും. അങ്ങനെ ആരും, ഇത് സായിപ്പ് പറഞ്ഞതിനെ അനുകരിക്കുകയാണ്, അങ്ങനെ ആരും രാമനെ വാൽമീകിയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ദൈവമാക്കിയതല്ല. വാൽമീകിയുടെ രാമൻ ഒരേ സമയം മനുഷ്യനാണ്, അതേസമയം നിർഗുണ നിരാകാര ബ്രഹ്മവുമാണ്. രാമായണത്തിന്റെ തുടക്കം തൊട്ട് തപസ്വാധ്യായ നിരതം, അത് അവിടെയാണല്ലോ വാൽമീകി രാമായണം തുടങ്ങുന്നത്. അത് തൊട്ട് അങ്ങ് പട്ടാഭിഷേകവും കഴിഞ്ഞ് ഫലശ്രുതി ഇതം രാമായണം കൃത്സ്നം എന്ന ഫലശ്രുതി വരെയുള്ള ഭാഗങ്ങളിൽ ഉത്തരരാമായണം രാമായണത്തിലുള്ളതല്ല, വാൽമീകിയുടേതല്ല. അങ്ങനെ ഈ രാമായണത്തിൽ ആദ്യവസാനം വാൽമീകി അവതരിപ്പിക്കുന്ന രാമൻ ഒരേ സമയം മനുഷ്യനാണ്, അതേസമയം അദ്ദേഹം പരമാത്മാവുമാണ്. ആത്മാരാമനാണ് അയോധ്യയിലിരിക്കുന്നത്. ആ അയോധ്യാരാമൻ വാൽമീകിയുടെ അയോധ്യാരാമൻ ആത്മാരാമനും കൂടിയാണ്. അത് ഈ കഥ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. അധികം ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്ന് ലളിതമായി വായിച്ചാൽ തന്നെ മനസ്സിലാകും. വാൽമീകി എല്ലായിടത്തും രാമന്റെ ആ പരമാത്മസ്വരൂപത്തെ ധ്വനിപ്പിച്ചുകൊണ്ടാണ്, വാക്കുകൾക്കുള്ളിൽ നിറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം വർണ്ണിച്ചതും അവതരിപ്പിച്ചതും കഥയുടെ ഘടന ഉണ്ടാക്കിയതും. ഒരു ലളിതമായ സംഭവം പറയട്ടെ. ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ട് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് പോയി. ബാലകാണ്ഡത്തിലെ ഭാഗമാണ്. യാഗരക്ഷയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആ ബാലകന്മാരോട് പറഞ്ഞു, നമുക്കിനി മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ ഒരു വലിയ യജ്ഞം നടക്കുന്നു. അവിടെ ത്രയംബകം എന്ന് പേരായൊരു വില്ലുമുണ്ട്. ഭഗവാൻ മഹാദേവൻ തന്നെ അവിടെ ആ വിദേഹന്മാരുടെ ആ പവിത്രമായിരിക്കുന്ന ആ പൂജാമുറിയിൽ വച്ചിരിക്കുന്നു, ആ നഗരിയിലും വച്ചിരിക്കുന്നു. അത് നമുക്ക് കാണാം, അതിനെ വന്ദിക്കാം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് കാടുകളിലാണ് യാത്ര. മാർഗം മുഴുവൻ കാടുകളിൽ കൂടിയാണ്. ആ കാടുകളിൽ കൂടി പോകുമ്പോൾ ഒരു കാടിന് അടുത്ത് അകത്തോട്ട് എത്തുമ്പോഴത്തേക്കും ആ കാട് അതുവരെ കടന്നു വന്ന കാടുകളെ പോലെയല്ല. ഒരു ദിവ്യമായിട്ടുള്ള അനുഭൂതി ആ കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോ രാമൻ ഉണ്ടാകുന്നുണ്ട്. രാമൻ ചോദിച്ചു, ഈ കാടിന്റെ പ്രത്യേകത എന്താണ്? ഒരു ദിവ്യമായ അനുഭവം ഉണ്ടാകുന്നല്ലോ. അപ്പോഴേക്കും ആ ബാലകന്മാരോട് വിശ്വാമിത്രൻ അഹല്യയുടെ കാര്യം പറയാനുണ്ട്. ഗൗതമന്റെ തപോവനമാണത്. ഗൗതമനും പത്നിയായ അഹല്യയും അവിടെ പാർത്തിരുന്നു. ഇപ്പോ ഗൗതമൻ അവിടെ അല്ല, അദ്ദേഹം ഹിമവാനിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഗൗതമ പത്നിയായ അഹല്യ പാപമോചനത്തിനു വേണ്ടിയിട്ട് ഈ പ്രകൃതിയുടെ എല്ലാ വിക്ഷോഭങ്ങളെയും കൈവിട്ട് മറന്ന് അതിനെ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അറിയുന്നില്ല, അതിനെല്ലാം കടന്നുപോയിരിക്കുന്നു അഹല്യ തപസ്സിന്റെ ബലത്താൽ.
കല്ലുപോലെ ശില പോലെ അവിടെ വർത്തിക്കുന്നു. അല്ലയോ രാമ, നിന്നെ കാണുമ്പോഴാണ് അഹല്യക്ക് പാപമോചനം വരുന്നത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം, ഗൗതമാശ്രമത്തിലേക്ക്. രാമൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ആ അഹല്യയുടെ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് അല്ലയോ അമ്മേ, ഇത് ഞാനാണ്, രാമനാണ് എന്ന് പറയുന്നു. ആ അഹല്യയെ വന്ദിക്കുന്നു. അഹല്യ ഉടനെ തന്നെ ആ ശബ്ദം കേട്ടു, എണീറ്റു, തൊഴുതു. ആ ദിവ്യമായ രൂപം കണ്ടിട്ട് ആ പാദത്തിൽ നമസ്കരിക്കുന്നു. ഒന്നോർക്കുക, രാമന്റെ പാദസ്പർശം കൊണ്ട് കല്ലായിരുന്ന അഹല്യയായി നാരിയായി മാറി. സകല പാപങ്ങളും തീർന്ന ഒരു മനുഷ്യ സ്ത്രീയായി മാറി. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, സാധാരണ മനുഷ്യന്റെ പാദസ്പർശമേറ്റാൽ കല്ല് അഹല്യയാകുമോ? ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യന്റെ പാദസ്പർശം കൊണ്ട് ഒരു കല്ലും സ്ത്രീയായി മാറില്ല. അങ്ങനെ ഇതുവരെ അനുഭവമില്ല. രാമന്റെ പാദസ്പർശം കൊണ്ട് അഹല്യക്ക്, ആ കല്ലുപോലെ ഇരുന്ന അഹല്യക്ക് അഹല്യാരൂപം മടങ്ങി കിട്ടിയ അഹല്യാരൂപത്തിൽ ആ അഹല്യ ഉണർന്നു. ഒരു അതീവ സുന്ദരിയായിരുന്നു അഹല്യ. അതേപോലെ അതീവ സുന്ദരിയായ ഒരു അങ്കനയായിട്ട് അഹല്യ ആ കല്ലിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ വാൽമീകി നമുക്ക് പറയാതെ പറഞ്ഞു തന്നിരിക്കുന്നു. പറയാതെ പറയുന്നതിനാണ് ധ്വനിപ്പിക്കുക എന്ന് സാഹിത്യശാസ്ത്രത്തിൽ പറയുന്നേ. വ്യഞ്ജിപ്പിക്കുക എന്നും പറയും. ഈ രാമൻ, ഈ ബാലകൻ വെറും ഒരു മനുഷ്യ ശിശുവല്ല. ഈ ബാലകൻ പരമാത്മാവാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? ഒരേ സമയം പരമാത്മാ ചൈതന്യവും അതേപോലെ തന്നെ മനുഷ്യ സ്വരൂപവും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ കഥ മുഴുവൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ നിബന്ധിച്ചിരിക്കുന്നത്. കഥയുടെ ഓരോ വഴിത്തിരിവും അങ്ങനെയാണ്. ഇനി ഈ അഹല്യാശ്രമത്തിലെ, ഗൗതമാശ്രമത്തിലെ എത്തുന്നതിന് മുമ്പ് അവര് യാഗരക്ഷ ചെയ്തല്ലോ. ഋഷിയോട് പറഞ്ഞു, അങ്ങ് യാഗം ആരംഭിച്ചുള്ള ഞങ്ങൾ രണ്ടുപേരും അങ്ങയുടെ യാഗത്തിന് സംരക്ഷണം നൽകാം. യാഗം തുടങ്ങിയപ്പോഴേക്കും മാരീചനും സുബാഹുവും വലിയ രാക്ഷസ സൈന്യവുമായിട്ട് ആകാശത്ത് വന്ന് ആ യാഗഭൂമിയെ പങ്കിലമാക്കാൻ വേണ്ടി മാംസവും രക്തവും ഒക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് വർഷിക്കുകയാണ്. അത് ഭൂമിയിൽ വീണില്ല. ഈ രണ്ട് ബാലകന്മാരും കൂടി ആ ആസുരീ ശക്തികളെ മുഴുവൻ കൊന്നു. അവര് ഈ ബാലകന്മാരോട് യുദ്ധം ചെയ്യുന്നു. ഒരു വശത്ത് രണ്ട് ബാലകന്മാര്, 16 വയസ്സ് തികഞ്ഞിട്ടില്ല. ദശരഥൻ വിശ്വാമിത്രനോട് അയോധ്യ വെച്ച് പറയും, നമ്മൾ കേൾക്കും, ഊന ഷോഡശ വർഷവുമേ രാമോ രാജീവലോചന. രാജീവലോചനായ എന്റെ രാമന് 16 വയസ്സ് തികഞ്ഞിട്ടില്ല. അവന് രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനുള്ള ആ ഒരു പാകതയായിട്ടില്ല. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഈ രണ്ട് കുട്ടികളാണ് ഇവിടെ നിന്ന് ഇത്രയും വലിയ രാക്ഷസപ്പടയോട് യുദ്ധം ചെയ്യുന്നത്. അവര് ആകാശത്ത് നിന്നുകൊണ്ട് വലിയ പാറക്കല്ലുകളും അതേപോലെ അമ്പും ഗദയും അതേപോലെ വിവിധങ്ങളായിട്ടുള്ള രാക്ഷസീയമായ ആയുധങ്ങളും എല്ലാം ഈ കുട്ടികളുടെ നേരെ പ്രയോഗിക്കുന്നു. മാരീചനും സുബാഹുവും ചേർന്നിട്ടാണ് ഈ രാക്ഷസപ്പടയെ നയിക്കുന്നത്. രണ്ടുപേര് അവരെ എതിർത്തു. ആ രാക്ഷസപ്പടയെ മുഴുവൻ കൊന്നൊടുക്കി. അതേപോലെ തന്നെ സുബാഹുവിനെയും കൊന്നൊടുക്കി. മാരീചൻ മാരീചൻ ഉറപ്പായപ്പോ ഓടി വന്ന് രാമന്റെ പാദത്തിൽ വീണു. രണ്ട് മനുഷ്യ ശിശുക്കൾ വിചാരിച്ചാൽ ഇത്രയേറെ രാക്ഷസന്മാരെ ആക്രമിക്കുന്ന രാക്ഷസ സൈന്യത്തെ, അവരുടെ നേതൃത്വം മാരീച സുബാഹുക്കൾക്കാണ്. ഇങ്ങനെ തോപ്പിക്കാൻ പറ്റുമോ? 5 പേരെ തോപ്പിക്കാൻ പറ്റൂലല്ലോ. നമുക്കറിയുമല്ലോ, ഒരാളിനെ അനേകം പേര് ചേർന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ, എന്തിന് 4 പേര് ചേർന്ന് ആക്രമിച്ചാൽ, എന്തിന് 2 പേര് ചേർന്ന് ആക്രമിച്ചാൽ തന്നെ അവര് തോപ്പിച്ചോടിക്കാൻ പറ്റുമോ? മനുഷ്യ സഹജമാണോ? മനുഷ്യ സാധ്യമാണോ? ഇത്ര വലിയ കടൽ പോലെ വരുന്ന സൈന്യം
ഈ രണ്ട് കുട്ടികളുടെ മുന്നിൽ ഇല്ലാതായി. ആസുരി സൈന്യം മുഴുവൻ ചത്തൊടുങ്ങി. സുബാഹുവും മരിച്ചു. മാരീചൻ വന്ന് കാൽക്കൽ വീണു. അപ്പോ ഇവർ സാധാരണ മനുഷ്യക്കുട്ടികളല്ല. പിന്നെയോ ഇവര് അലൗകികമായ ശക്തിവിശേഷം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ സ്വരൂപരാണ്, പരമാത്മാവ് തന്നെയാണ് എന്ന് വാൽമീകി കാണിച്ചു തന്നിരിക്കുന്നു. ഇത് പക്ഷേ പലരും കാണുന്നില്ല. അതാണ് പ്രശ്നം. കണ്ടാൽ തന്നെ കണ്ടു എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കണ്ണടയ്ക്കും. എന്നിട്ട് രാമൻ വെറും മനുഷ്യനാണ്, രാമൻ വെറും മനുഷ്യനാണ്, അങ്ങനെയാണ് വാൽമീകി പറഞ്ഞതല്ല. രാമൻ മനുഷ്യനാണ്. രാമൻ ഭൂർലോകത്തിലെ ആ ചൈതന്യമാണ്, സ്വർലോക ചൈതന്യമാണ്, മഹർലോക ചൈതന്യമാണ്. മഹർലോകത്തിലുള്ള ഋഷിമാരുടെ മുഴുവൻ ആ ചൈതന്യം രാമനിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ആ ഋഷിത്വം പൂർണ്ണമായും നിറഞ്ഞയാളാണ് രാമൻ. ആ രാമൻ പരമാത്മാവാണ്. ശ്രീരാമൻ പരമാത്മാ, പരമാനന്ദമൂർത്തി എന്ന് എഴുത്തച്ഛൻ ഇത് തുറന്നു പറയാനുള്ള കാരണം അതാണ്. എഴുത്തച്ഛന് അറിയാം വാൽമീകിയുടെ ഈ കഥ മുഴുവൻ പരമാത്മാവിന്റെ കഥയാണ് എന്ന്. പിന്നെ നമ്മെപ്പോലുള്ള ആളുകൾക്ക് രാമൻ പരമാത്മാവാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ, പരമാത്മാവാണല്ലോ അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു, നമ്മക്കൊണ്ടത് പറ്റൂല എന്ന് വിചാരിച്ച് നമ്മൾ പുറകോട്ട് മാറിക്കളയും. അത് വരാതിരിക്കാൻ വേണ്ടി വാൽമീകി ദശരഥന്റെ മകൻ മനുഷ്യൻ 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 അതും കാണിച്ചു തന്നു. അങ്ങനെ ഒരേ സമയം മനുഷ്യനും പരമാത്മാവും ഒന്നായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് രാമൻ. അത് ആ രാമൻ അയോധ്യാരാമനും ആത്മാരാമനുമാണ്. രാമായണത്തിന്റെ തുടക്കം തൊട്ടൊടുക്കം വരെ വാൽമീകിയുടെ ഈ അത്ഭുതകരമായിരിക്കുന്ന ആ ചിത്രണം നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് കാവ്യത്തിന്റെ പ്രത്യേകത. വാൽമീകിയുടെയും അതേപോലെ വ്യാസന്റെയും കാവ്യങ്ങൾ ഇങ്ങ് ഭൂലോകത്തിൽ നടക്കുന്ന മാനുഷികമായ സംഭവങ്ങൾ അത് അതേസമയം പൂർലോക സ്വർലോക മഹർലോകാദികൾ നടക്കുന്നതും അങ്ങ് പരമാത്മതലത്തിൽ എത്തി നിൽക്കുന്നതുമാണ്. ഇത് ഭാരതീയ കാവ്യ പാരമ്പര്യം. അതുകൊണ്ടാണ് ഇതിന്റെ ഭാരതീയ കവിതയുടെ ആത്മാവ്, നാട്യത്തിന്റെ ആത്മാവ് രസം എന്ന് പറഞ്ഞ രസം പരമാത്മാനുഭവമാണ്. രസോ വൈ സഹ എന്ന ഉപനിഷത്ത്. അത് വളരെ വിശദമായിട്ട് അഭിനവ് ഗുപ്തൻ അഭിനവ് ഭാരതിയിൽ, നാട്യശാസ്ത്രത്തിന് അദ്ദേഹം എഴുതിയതായ വ്യാഖ്യാനത്തിന്റെ പേരാണ് അഭിനവ് ഭാരതി. അതിൽ അദ്ദേഹം വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗുണഗണങ്ങളുടെ പട്ടിക വാൽമീകി നിരത്തുന്നു. ഇത് നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് പഠിക്കണം. അപ്പോഴാണ് വാൽമീകിയുടെ രാമൻ ആര് എന്ന് മനസ്സിലാവുക, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന രാമൻ ആരെന്ന് മനസ്സിലാവുക, നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ ഇരിക്കുന്ന രാമൻ ആരെന്ന് മനസ്സിലാവുക, നമ്മുടെ പൂജാവിഗ്രഹമായ രാമൻ ആരെന്ന് മനസ്സിലാക്കുക, വീട്ടിലിരിക്കുന്ന ആ പട്ടാഭിഷേക ചിത്രത്തിലിരിക്കുന്ന രാമൻ ആരെന്ന് മനസ്സിലാവുക. അത് അപ്പോഴാണ്.